എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ മുട്ട വാങ്ങാറുണ്ട്. മുട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ഈ അടുത്തായിട്ട് ചോദിക്കാറുണ്ട്, മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവോ, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുട്ട ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തെ ഇത്, നമ്മൾ മുട്ട ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ യാതൊരു കാരണവശാലും ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കരുത്. നമ്മൾ ഒരുപാട് നാളത്തേക്ക് മുട്ട സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും മുട്ട ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കരുത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ മുട്ടയുടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, കാരണം നമ്മൾ തുറക്കും അടയ്ക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ മുട്ട പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേ വേണം മുട്ട എടുത്ത് വെക്കാനായിട്ട്. ഉള്ളിലെടുത്ത് വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ മുട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കാർട്ടൺ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു പേപ്പറിൻ്റെ പോലത്തെ, അങ്ങനെയുള്ള കാർട്ടണിൽ എടുത്ത് വെക്കാം. അതും അല്ലെങ്കിൽ മുട്ടയുടെ ബോക്സുകൾ, അടച്ചു വെക്കാൻ പറ്റുന്ന ബോക്സുകളിലാക്കിയിട്ട് എടുത്ത് വെക്കാം. അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് മുട്ട കൂടുതൽ കാലം വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മൾ കറികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ മുട്ടയിലേക്ക് അബ്സോർബ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ മുട്ടയുടെ ആ ഒരു ക്വാളിറ്റി കുറയും, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുട്ട ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എടുത്ത് വയ്ക്കുമ്പോൾ എപ്പോഴും അടച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മുട്ട കുറച്ചധികം നാൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ പുറമേ കുറച്ച് സൺഫ്ലവർ ഓയിൽ പോലുള്ള റിഫൈൻഡ് ഓയിലുകൾ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ട ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ മുട്ട നല്ല ഫ്രഷായിട്ട് ഇരിക്കും, അങ്ങനെ കേടായി പോകുന്നില്ല. പിന്നെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ട ഉപയോഗിക്കുമ്പോൾ മുട്ട കുറച്ച് സമയം പുറത്ത് എടുത്ത് വെക്കണം. ഏതാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ആ മുട്ടയുടെ തണുപ്പൊന്ന് മാറണം, ആ ഒരു സമയം വരെ അത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അത് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ മുട്ട വാങ്ങുമ്പോൾ അതിൽ ചെറിയ അഴുക്കുകൾ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പലരും ആ അഴുക്കുകൾ കഴുകി കളഞ്ഞിട്ടായിരിക്കും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ മുട്ട പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ടച്ച് ചെയ്യുകയാണെങ്കിൽ, മുട്ടയിൽ വെള്ളം ടച്ച് ചെയ്യുകയാണെങ്കിൽ മുട്ട പെട്ടെന്ന് കേടായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴുകാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നമുക്ക് മുട്ട നന്നായിട്ട് കേടുകൂടാതെ സ്റ്റോർ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.